വെൽക്കം ടു ടാർഗറ്റ് PSC. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്ന ചാപ്റ്ററിന്റെ പകുതി ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ബാക്കി പകുതി ഭാഗമാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ഭൗതികവാദം മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പോയിന്റ്സും വായിച്ചു പോവാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അണ്ടർലൈൻ ചെയ്യാം, അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒരു പോയിന്റും മിസ്സാവാതെ തന്നെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നോക്കാം അല്ലേ. ഭൗതികവാദം വ്യത്യസ്ത ആശയധാരകൾ ഉയർന്നു വന്നതാണ് പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന പ്രത്യേകത. എന്താണ്? വ്യത്യസ്ത ആശയധാരകൾ ഉയർന്നു വന്നതാണ് പ്രാചീന കാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന പ്രത്യേകത. BCE 6ാം നൂറ്റാണ്ടിൽ നിരവധി ആശയധാരകൾ രൂപപ്പെട്ടു. 6ാം നൂറ്റാണ്ടില് പല പല ആശയങ്ങൾ രൂപപ്പെട്ടു എന്നാണ് പറയണേ കേട്ടോ. അവയിൽ ഒന്നായിരുന്നു ഭൗതികവാദം. അജിത കേശ കമ്പളിൻ ആയിരുന്നു ഈ ചിന്താധാരയുടെ പ്രചാരകൻ. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയില്ലേ? അജിത കേശ കമ്പളിൻ ഏത് ചിന്താധാരയുടെ പ്രചാരകനാണ്? ഭൗതികവാദം. അപ്പോ ഭൗതികവാദത്തിന്റെ പ്രചാരകൻ ആരാണ്? അജിത കേശ കമ്പളിൻ. എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം പരലോകം എന്നിവ ഇല്ല എന്നും ഇവർ അഭിപ്രായപ്പെട്ടു. ഭൗതികവാദികൾ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യർ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അവരിലെ ഖരാംശം ഭൂമിയിൽ ലയിക്കുന്നു. ദ്രവാംശം വെള്ളത്തിലും, ചൂട് തീയിലും, ശ്വാസം വായുവിലും, ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു എന്ന് പറഞ്ഞത് ഭൗതികവാദികളാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ഭൗതികവാദത്തിന്റെ പ്രചാരകൻ ആരാണ്? അജിത കേശ കമ്പളിൻ. ഓക്കെ, അപ്പോ ഇവർ പറയുന്നത് എന്താണ്? എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണ്. നമ്മളിപ്പോ അറിയാറുണ്ട് അല്ലേ, നമ്മൾ മരിച്ചിട്ട് പരലോകത്ത് പോകുന്നു. പക്ഷെ ഇവരത് പറയുന്നില്ല. ഇഹലോകം പരലോകം എന്നിവ ഇല്ല, അങ്ങനെ ഒന്നും ഇല്ല, ഒരു സങ്കല്പാണ്, അതൊന്നും ഇല്ല എന്നാണ് ആര് പറയണേ? ഭൗതികവാദം പറയുന്നത്. ഓക്കെ, അവര് പറയുന്നു മനുഷ്യർ 4 ഘടകങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. മരിക്കുമ്പോ എല്ലാ അംശങ്ങളും ഭൂമിയിൽ ലയിക്കുകയാണ്. എങ്ങനെ സംഭവിക്കണ? ദ്രവാംശം വെള്ളത്തിൽ, ചൂട് തീയിൽ, ശ്വാസം വായുവിൽ, ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു. ഇങ്ങനെയാണ് ഭൗതികവാദികൾ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ എന്നൊരു ടോപ്പിക്കിലേക്കാണ് പോണേട്ടോ. മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ. ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. അത്തരത്തിൽ കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കാലത്തോളം, ഒന്നിച്ചു പ്രവർത്തിക്കുന്ന കാലത്തോളം, മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നിടത്തോളം, വജ്ജിയിലെ സ്ത്രീകൾ സ്വതന്ത്രരായി ജീവിക്കുന്ന കാലത്തോളം, ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം, വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നിടത്തോളം, അവർ ബഹുമാനിക്കപ്പെടുന്ന കാലത്തോളം വജ്ജി നിലനിൽക്കും. എന്താ ഈ വജ്ജി? വജ്ജി എന്ന് വെച്ചാൽ മഹാജനപദങ്ങളിലെ ഒന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, 16 മഹാജനപദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട മഹാജനപദമായിരുന്നു ഇത് മഗധ അല്ലെ. മഗധ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? വജ്ജി. ഓക്കെ, അപ്പൊ വജ്ജിയിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് ഈ ഒരു കുറിപ്പിന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അവിടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു, മുതിർന്നവരെ ബഹുമാനിക്കുന്നുണ്ടായിരുന്നു, സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു, അവരുടേതായ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ വജ്ജിയിലെ ജനങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ഈ ഒരു കുറിപ്പിന്ന് മനസ്സിലായി. ഇത് എവിടെ നിന്ന് എടുത്തതാണെന്നറിയോ? ഏകദേശം 2400 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധകൃതിയായ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ബുദ്ധകൃതിയാണ് ഏത്? ദിഖനികായ അല്ലെ. ദിഖനികായ എന്ന് പറയുന്ന ഈ കൃതിയിൽ വജ്ജി എന്ന രാഷ്ട്രത്തെ പറ്റി, അതായത് മഹാജനപദം കേട്ടോ, അതിന്റെ രാഷ്ട്രം എന്നും പറയാണ്. ഈ വജ്ജി എന്ന രാഷ്ട്രത്തെ പറ്റി ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്.
അക്കാലത്തെ വജ്ജിയിലെ ഭരണ സമ്പ്രദായങ്ങളെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് അറിയാൻ കഴിയുന്നത്? നമ്മൾ പറഞ്ഞു അല്ലേ, ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, മുതിർന്നവരെ ബഹുമാനിച്ചിരുന്നു, ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തിരുന്നു അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ജനപദങ്ങൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കാട്ടോ. ജനപദങ്ങൾ, ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം. ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം. തീ ഉപയോഗിച്ച് കാടുകൾ കത്തിച്ച് കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തി അവിടെ ജനങ്ങൾ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ നിലവിൽ വന്നത്. പിൽക്കാല വേദങ്ങളിൽ വിവിധ ജനപദങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ജനപദം പറഞ്ഞാൽ എന്താ അർത്ഥം? ജനം അധിവസിച്ച സ്ഥലം. അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ജനം നമുക്ക് പെട്ടെന്ന് കിട്ടും. ജനം അധിവസിച്ച സ്ഥലം. ഓക്കെ, ഇനി നോക്കാം. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിരവധി രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു വജ്ജി. ഈ രാഷ്ട്രങ്ങളുടെ രൂപീകരണം എങ്ങനെയായിരുന്നു നോക്കാം അല്ലെ. വേദകാലഘട്ടത്തിൽ ഗോത്ര സമൂഹ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവ ജന എന്നറിയപ്പെട്ടു. ഓക്കെ, ഒരു പോയിന്റ് കിട്ടിയില്ലേ? വേദകാലഘട്ടത്തിലെ ഗോത്ര സമൂഹ വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഗോത്ര സമൂഹ വ്യവസ്ഥയെ ജന എന്നറിയപ്പെട്ടു. കൃഷി വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹം ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇവ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. അപ്പൊ ആദ്യകാലത്തൊക്കെ ജനങ്ങള് എങ്ങനെ ജീവിച്ചിരുന്നത്? നാടോടികളായിരുന്നു അല്ലെ. അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഭക്ഷണം തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്ക് വേട്ടയാടലും ഒക്കെ ആയിരുന്നു ജീവിതം. എന്നാൽ വേദകാലഘട്ടത്തില് ഗോത്ര സമൂഹ വ്യവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ജന എന്നാണ് അറിയപ്പെട്ടത്. അവർ സ്ഥിരതാമസാക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? കൃഷി വ്യാപകമായതോടെ അല്ലെ. കൃഷി ചെയ്യുമ്പോൾ ഫുഡ് അവിടെ നിന്ന് തന്നെ കിട്ടും. അപ്പൊ പിന്നെ അവർക്ക് ഫുഡ് തേടി അലയേണ്ട ആവശ്യമില്ല. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ സ്ഥിരമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന ഭാഗങ്ങളേനെ ജനപദങ്ങൾ എന്ന് അറിയപ്പെട്ടു. ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിന്റെയും നഗരങ്ങളുടെയും വളർച്ചയിലേക്ക് നയിച്ചു. അങ്ങനെ ആളുകൾ കൃഷി ചെയ്ത് ജീവിച്ചു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ നെല്ലുണ്ടാക്കി നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ചിലപ്പോൾ ബാക്കി നെല്ല് കുറെ ബാക്കി വരും അല്ലേ. ഒരുപാട് നെല്ല് ചിലപ്പോൾ കുറെ മിച്ചം വരും. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യും? അത് നമ്മൾ വേറെ ആൾക്ക് കൊടുക്കും അല്ലേ. അപ്പൊ അങ്ങനെ അവിടെ എന്ത് വന്നു? കച്ചവടം വന്നു. അങ്ങനെ കച്ചവടം വന്നു, നഗരങ്ങൾ ഉണ്ടായി. അങ്ങനെ ഈ ജനപദങ്ങൾ വളർന്നു. കച്ചവടത്തോടൊപ്പം വ്യത്യസ്ത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായി നഗരങ്ങൾ മാറി. ആദ്യം കാർഷികോൽപ്പന്നങ്ങളായിരുന്നു വിറ്റിരുന്നത്. എന്നാൽ പിന്നീട് മൺപാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായിട്ട് നഗരങ്ങൾ മാറി. അങ്ങനെ പല സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും നിയന്ത്രണങ്ങളൊക്കെ വേണം അല്ലെ. ഈ പശ്ചാത്തലത്തിൽ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയ ഭരണവ്യവസ്ഥ അപ്രത്യക്ഷമായി. അങ്ങനെ ഗോത്രങ്ങളായിരുന്നു ആദ്യം. ആ ഒരു ഗോത്രങ്ങളുടെ സമയത്തുണ്ടായിരുന്ന ഭരണവ്യവസ്ഥ മതിയോ ആ ഗോത്രങ്ങൾ ഒരു ജനപദം ആയിട്ട് മാറുമ്പോൾ? അതായത് ഒരു നാഗരികത വളർന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ നിയമങ്ങൾ കൊണ്ടൊന്നും നിലനിൽക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയ ഭരണവ്യവസ്ഥ അപ്രത്യക്ഷമായിട്ട് എന്തു വന്നു? ഈ രാഷ്ട്ര രൂപീകരണം എന്ന ഒരു ആശയത്തിലേക്ക് എത്തി. കൃഷിയോടും മണ്ണിനോടുമുള്ള ഇഴപിരിയാത്ത ബന്ധം ഇക്കാലത്ത് വളർന്നു വന്നു. ഇത് അവരവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. ഇങ്ങനെയാണ് രാഷ്ട്ര രൂപീകരണം യാഥാർത്ഥ്യമായി തീർന്നത്. ബുദ്ധകൃതിയായ അംഗുത്തര നികായയിൽ ഇത്തരത്തിൽ നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇവ മഹാജനപദങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. മേൽ വിവരിച്ച മാറ്റങ്ങളെ ചരിത്രകാരൻ രണ്ടാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോ ഇത്തരത്തിൽ മഹാജനപദങ്ങളെല്ലാം രൂപപ്പെട്ട് ഒരു മാറ്റം വന്നു അല്ലേ. ഈ മാറ്റത്തെയാണ് എന്ത് പറയുന്നത്? രണ്ടാം നഗരവൽക്കരണം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ബുദ്ധകൃതിയായ അംഗുത്തരനികായ അതിൽ 16 രാഷ്ട്രങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബുദ്ധകൃതിയാണ് അംഗുത്തരനികായ. നേരത്തെ പറഞ്ഞൊരു ബുദ്ധകൃതിയായിരുന്നു ഏത്? ദിഖനികായ. ഓക്കെ, അപ്പൊ ഇങ്ങനെ മഹാജനപദങ്ങളൊക്കെ രൂപപ്പെട്ടു. ഇങ്ങനെ കുറെ മാറ്റങ്ങളൊക്കെ വന്നു. ഈ മാറ്റങ്ങളെ രണ്ടാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നു.
ഓക്കെ അല്ലേ? ഇനി ഇവിടെ നഗരങ്ങൾ എന്താന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദീർഘനാളത്തെ യാത്ര കഴിഞ്ഞ് ബുദ്ധനും ശിഷ്യനായ ആനന്ദനും കുശി നഗരത്തിൽ എത്തിച്ചേർന്നു. നിരവധി കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ബുദ്ധന്റെ നിർവ്വാണവും കടന്നു വന്നു. നിർവ്വാണം എന്ന് പറഞ്ഞാൽ മരണം പ്രാപിക്കുന്നത് കേട്ടോ. കാട്ടിനുള്ളിലെ മൺകുടിലുകൾ മാത്രം ഉള്ള കുശി നഗരത്തിൽ വച്ച് മരണത്തെ വരിക്കരുതെന്നും ചമ്പ, രാജഗൃഹ, ശ്രാവസ്തി, സാകേത, കൗസാംബി, വാരണാസി തുടങ്ങിയ വലിയ നഗരങ്ങളായിരിക്കണം അന്ത്യശ്വാസത്തിനായി തിരഞ്ഞെടുക്കേണ്ടതെന്നും ആനന്ദൻ അഭിപ്രായപ്പെട്ടു. ബുദ്ധകൃതിയായ ദിഗനികായയിലെ ഈ വിവരണത്തിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ കൊടുക്കുന്ന എന്താണ്? ബുദ്ധനും ബുദ്ധന്റെ ശിഷ്യനാണ് ആര്? ആനന്ദനും അല്ലെ? ബുദ്ധനും ബുദ്ധന്റെ ശിഷ്യനായിട്ടുള്ള ആനന്ദനും കൂടെ കുശി നഗരത്തിൽ എത്തിച്ചേർന്നു. ആ സമയത്ത് അവര് എന്താണ്? ബുദ്ധന്റെ നിർവ്വാണത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. നിർവ്വാണം എന്ന് പറഞ്ഞാൽ മരണം പ്രാപിക്കുക. ഓക്കെ, സന്യാസിമാര് മരണം പ്രാപിക്കുന്നതിനെ നിർവ്വാണം എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും നിർവ്വാണം സംഭവിക്കുന്നത് എവിടെ വെച്ചാവരുത്? ഒരു അറിയപ്പെടാത്ത സ്ഥലത്ത് വെച്ചൊന്നും ആവരുത്. കാട്ടിന്റെ ഉള്ളിലും മൺകുടിൽ മാത്രമുള്ള ഒരു കുശിനഗരം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പൊ ആ ഒരു കുശിനഗരത്തിൽ വെച്ചിട്ടൊന്നും ആവരുത്. എവിടെ വെച്ചിട്ടായിരിക്കണം? നല്ല പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടായിരിക്കണം അല്ലേ? ഏതാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്? നോക്കി നോക്കൂ. ചമ്പ, രാജഗൃഹ, ശ്രാവസ്തി, സാകേത, കൗസാംബി ഇങ്ങനെയുള്ള നല്ല നഗരങ്ങളിൽ വെച്ചിട്ടായിരിക്കണം മരണം കൈവരിക്കേണ്ടത് എന്ന് പറയാണ് ആര്? ആനന്ദൻ. ഓക്കെ, ഇത് എവിടെയാണ് പറയുന്നത്? ബുദ്ധകൃതിയായ ദിഖനികായയിലാണ് പറയുന്നത്. ഇനി ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കൂ. 16 മഹാജനപദങ്ങള് അടയാളപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയുടെ മാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഏതൊക്കെയാണ് 16 മഹാജനപദങ്ങൾ? കമ്പോജം, ഗാന്ധാരം, കുരു, പാഞ്ചാലം, കോസലം, ശൂരസേന, മത്സ്യ, അവന്തി, വത്സ, ചേതി, അശ്മകം, മല്ല, വജ്ജി, കാശി, മഗധ, അംഗം. നിങ്ങൾ ഇതിൽ പലതും മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നമ്മൾ പല സ്ഥലങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പോയിന്റുകളൊക്കെ. പക്ഷെ നമുക്ക് പ്രധാനപ്പെട്ടത് മാത്രം മതി നോക്കാം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അതൊക്കെ. ഇനി മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനത്തെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. സമകാലിക കൃതികൾ മഹാജനപദങ്ങളിലെ ഭരണ സമ്പ്രദായത്തെ കുറിച്ച് ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. അക്കാലത്ത് കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലവിൽ വന്നു. പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്ന പദം നികുതിയെയാണ് അർത്ഥമാക്കുന്നത്. ബാഗ എന്നത് മറ്റൊരു തരം നികുതിയായിരുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. പാലി ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ബലി എന്ന് പറഞ്ഞ എന്താണ്? നികുതി. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ബാഗ എന്ന് പറയുന്നതും മറ്റൊരു നികുതിയാണ്. അപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഇതിൽ നികുതിയെ സൂചിപ്പിക്കാത്ത പദം ഏത്? അപ്പൊ അതിൽ ഓപ്ഷനിൽ ബലി, ബാഗ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നികുതി എന്ന് ഉദ്ദേശിക്കാത്തതും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ബലി നികുതിയാണ്, ബാഗയും നികുതിയാണ്. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയായിരുന്നു മുഖ്യമായും നികുതിയായിട്ട് നൽകിയിരുന്നത്. നമ്മളിപ്പോ വീടിനൊക്കെ നികുതി കൊടുക്കുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ എന്താ കൊടുക്കുന്നേ? നമ്മള് ധാന്യങ്ങളും കന്നുകാലികളൊക്കെയാണോ കൊടുക്കണേ? അല്ല, നമ്മൾ ക്യാഷ് ആണ് കൊടുക്കണേ അല്ലേ? അപ്പോ അന്നത്തെ കാലത്ത് പക്ഷെ ക്യാഷ് ഒന്നും ആയിരുന്നില്ല. അന്നത്തെ കാലത്ത് എന്താ കൊടുക്കണ്ടായിരുന്നത്? ധാന്യങ്ങൾ, കന്നുകാലികളൊക്കെയാണ് നികുതിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ നികുതിയായിട്ട് നൽകിയപ്പോൾ കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിനായിട്ട് ജോലി ചെയ്തു. അങ്ങനെ പല രീതിയിൽ നികുതി ഈടാക്കുകയാണ് ചെയ്യണത്. ഭരണനിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ശതപഥ ബ്രാഹ്മണ എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവരെ പരാമർശിക്കുന്നുണ്ട്. മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവരെ പരാമർശിക്കുന്ന കൃതി ഏതാണ്? ശതപഥ ബ്രാഹ്മണ. ശതപഥ ബ്രാഹ്മണ. ഓക്കെ, ഇനി മഗധയുടെ വളർച്ചയാണ്. മഗധ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 16 മഹാജനപദങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്? മഗധ. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാട്ടോ. 16 മഹാജനപദങ്ങൾ തമ്മിൽ അധികാരത്തിനു വേണ്ടി നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇതിൽ അന്തിമമായി വിജയിച്ചത് മഗധയായിരുന്നു.
മഗധയുടെ സ്ഥാനം കണ്ടെത്തുക. ഓക്കെ, അത് നോക്കാം. മഗധ ഇന്നത്തെ ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നുവെന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാപ്പിലേക്ക് നോക്കാം അല്ലെ. ഇതാ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ടോ, മഗധ കണ്ടോ? ഈ മഗധ ഇന്നത്തെ ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഇന്നത്തെ ബീഹാർ ആണ് വരിക കേട്ടോ, ഇന്നത്തെ ബീഹാർ. ഓക്കെ, അപ്പോ മഗധ ഇന്നത്തെ ബീഹാറിലാണ് ഉള്ളത്. ഓക്കെ, നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധ. കൂടാതെ ധാരാളം ഇരുമ്പയിര് നിക്ഷേപവും ഉണ്ടായിരുന്നു. അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായി. അക്കാലത്ത് യുദ്ധങ്ങളിൽ ആനകൾ പ്രധാന ഘടകമായിരുന്നു. മഗധയിലെ വനങ്ങളിൽ ആനകൾ യഥേഷ്ടമുണ്ടായിരുന്നു. അപ്പൊ അവിടെ കൃഷിക്ക് കൃഷി, ഇരുമ്പിന് ഇരുമ്പ്, ആനയ്ക്ക് ആന, അപ്പൊ എല്ലാം നടക്കൂലേ. ആന ഉള്ളത് കൊണ്ട് യുദ്ധത്തിനും, ഇരുമ്പുള്ളത് കൊണ്ട് ആയുധങ്ങൾക്കും, മഴയുള്ളത് കൊണ്ട് കൃഷിക്കും എല്ലാറ്റിനും പറ്റിയ സ്ഥലമായിരുന്നു മഗധ. മഗധയിലെ വനങ്ങളിൽ ആനകൾ ഒരുപാടുണ്ടായിരുന്നു. അത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി. പണ്ട് ആന, കുതിര ഒക്കെയാണ് അല്ലെ യുദ്ധത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഗംഗയും അതിന്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവുറ്റ ഭരണാധികാരും മഗധയിലുണ്ടായിരുന്നു. അപ്പോ മഗധയിലെ ഭരണാധികാരികളായിരുന്നു ആര്? മഗധയിലെ ഭരണാധികാരികളായിരുന്നു ആരൊക്കെ? ബിംബിസാരൻ, അജാതശത്രു. ഓക്കെ, ബിംബിസാരൻ, അജാതശത്രു എന്നിവര് കേട്ടോ. മഗധയിലെ രാജവംശങ്ങളും പ്രധാന രാജാക്കന്മാരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പല പല പേരുള്ള രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് നോക്കുക. ഹര്യങ്ക രാജവംശം. ഹര്യങ്ക രാജവംശത്തിലെ ആളുകളാണ്, രാജാക്കന്മാരാണ് ബിംബിസാരനും അജാതശത്രുവും. ശിശുനാഗ രാജവംശത്തിലെയാണ് ശിശുനാഗൻ. നന്ദരാജവംശത്തിലെയാണ് മഹാപത്മനന്ദൻ. അപ്പൊ നമുക്ക് ഇതിലത്തെ ഒരുവിധം എല്ലാം കിട്ടും. നോക്കൂ, നന്ദരാജവംശം നന്ദൻ അല്ലെ, നന്ദ എന്ന് ഓർത്താൽ നന്ദരാജവംശം മഹാപത്മനന്ദൻ. ഇവിടെ പിന്നെ ശിശുനാഗ രാജവംശം എളുപ്പമാണ് അല്ലെ, ശിശുനാഗൻ. അപ്പൊ പിന്നെ നമുക്ക് ഒന്ന് മാത്രമേ പഠിക്കാനുള്ളൂ, ഹര്യങ്ക രാജവംശം, ബിംബിസാരൻ, അജാതശത്രു. ക്ലിയർ അല്ലേ? മഹാപത്മനന്ദൻ നന്ദരാജവംശം, ശിശുനാഗൻ ശിശുനാഗ രാജവംശം. അപ്പൊ ബിംബിസാരനും അജാതശത്രുവും ചോദിച്ചാൽ ഇത് രണ്ടും അല്ലാതെ ഹര്യങ്ക രാജവംശം. ഓക്കെ, അടുത്തത് മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്ക്. മഗധയിൽ വിവിധ രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നന്ദവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന ധനനന്ദനെ പരാജയപ്പെടുത്തി BCE 321 ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ രാജ്യം സ്ഥാപിച്ചു. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. മഗധയില് അവസാനത്തെ നന്ദവംശം ആണ് അവസാനം ഉണ്ടായിരുന്നത്. മഗധയിലെ അവസാനത്തെ രാജവംശം ഏതായിരുന്നു? നന്ദവംശം. അതിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ധനനന്ദൻ. ആ ധനനന്ദനെ പരാജയപ്പെടുത്തിയിട്ട് അവിടെ മൗര്യ രാജ്യം സ്ഥാപിച്ചത് ആരായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. ഏത് വർഷം? BCE 321. അപ്പൊ ഇവിടെ കുറെ പോയിന്റ്സ് വന്നില്ലേ? ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. മഗധയിലെ അവസാനത്തെ രാജവംശമാണ് നന്ദരാജവംശം. ആ നന്ദവംശത്തിലെ അവസാന ഭരണാധികാരി ധനനന്ദനെ പരാജയപ്പെടുത്തി അവിടെ മൗര്യ രാജ്യം സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ. വർഷം BCE 321. ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് മനോഹരമായ വലിയ നഗരമാണ്. ഈ നഗരത്തെ ചുറ്റി വലിയൊരു മതിലുണ്ട്. ഇതിന് 64 പ്രവേശന കവാടങ്ങളും ധാരാളം ഗോപുരങ്ങളും ഉണ്ട്. 2-3 നിലകളുള്ള വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് മരവും ചെളിക്കട്ടകളും ഉപയോഗിച്ചാണ്. രാജാവിന്റെ കൊട്ടാരവും മരം കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് എന്തിനെ കുറിച്ചാ പറഞ്ഞിട്ടുള്ളത്? ഇത് മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനമായ പാടലീപുത്രത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്രം, അതായത് ഇന്നത്തെ പാറ്റ്ന. ഈ ഒരു നഗരത്തെ കുറിച്ചിട്ട് മെഗസ്തനീസ് എന്ന ഗ്രീക്ക് രാജപ്രതിനിധിയുടെ വിവരണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മൗര്യ രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു? പാടലീപുത്ര ആയിരുന്നു കേട്ടോ. കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം, അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങൾ, അക്കാലത്തെ പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങൾ തുടങ്ങിയവയൊക്കെ മൗര്യ രാജ്യ ചരിത്രത്തിന്റെ പഠനത്തിന് സഹായിക്കുന്നു.
ഇനി അർത്ഥശാസ്ത്രവും സപ്താംഗ സിദ്ധാന്തവും എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കാം അല്ലെ. മൗര്യ രാജ്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാന ചരിത്ര രേഖ കൂടിയാണ് കൗടില്യൻ രചിച്ച അർത്ഥശാസ്ത്രം. മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിന്റെ തലവനായിരുന്ന ആർ ശ്യാമശാസ്ത്രിക്ക് തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനിൽ നിന്നാണ് അർത്ഥശാസ്ത്രത്തിന്റെ കയ്യെഴുത്തു പ്രതി ലഭിച്ചത്. 1907 ശ്യാമശാസ്ത്രി ഇത് പ്രസിദ്ധീകരിച്ചു. 15 അധ്യായങ്ങളാണ് ഈ കൃതിക്ക് ഉള്ളത്. 7 ഘടകങ്ങളിൽ അഥവാ സപ്താംഗങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത് എന്ന് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നു. അപ്പൊ എന്താണ്? മൗര്യ രാജ്യത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാന ചരിത്രകൃതിയാണ് അർത്ഥശാസ്ത്രം. എഴുതിയത് ആരാണ്? കൗടില്യൻ. അത് കണ്ടെടുത്തത് മൈസൂരിലെ പുരാവസ്തു ഗ്രന്ഥശാല വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ആർ ശ്യാമശാസ്ത്രിയാണ്. ആർ ശ്യാമശാസ്ത്രി പ്രസിദ്ധീകരിച്ചു. അവർക്ക് കൊടുത്തത് ആരാണ്? തഞ്ചാവൂരിലെ ഒരു പണ്ഡിതനാണ്. ഓക്കെ. 1907 അർത്ഥശാസ്ത്രം ശ്യാമശാസ്ത്രി പ്രസിദ്ധീകരിച്ചത്. അതിൽ എത്ര അധ്യായങ്ങളുണ്ട്? 15 അധ്യായങ്ങളുണ്ട്. അതിൽ പറയുന്നത് 7 ഘടകങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത്. ആ 7 ഘടകങ്ങൾ ഏതൊക്കെയാ നോക്കൂ. സ്വാമി എന്ന് പറഞ്ഞാൽ ആരാ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വാമി എന്ന് പറഞ്ഞാൽ രാജാവാണ്. സ്വാമി എന്ന് പറഞ്ഞാൽ രാജാവാണ്. ഓക്കെ. അമാത്യൻ എന്ന് പറഞ്ഞാൽ മന്ത്രി. ജനപദം എന്ന് പറഞ്ഞാൽ ഭൂമേഖലയും ജനങ്ങളും. ദുർഗം എന്ന് പറഞ്ഞാൽ കോട്ടകെട്ടി സംരക്ഷിച്ച സ്ഥലം. കോശം എന്ന് പറഞ്ഞാൽ ഖജനാവ്. ദണ്ഡ എന്ന് പറഞ്ഞാൽ നീതിന്യായം. മിത്രം എന്ന് പറഞ്ഞാൽ സൗഹൃദ രാജ്യങ്ങൾ. കണ്ടില്ലേ? 7 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് എന്ത്? സപ്താംഗം. ഓക്കെ. സപ്താംഗങ്ങളാണ് ഈ 7 എണ്ണം. ഇതിൽ നമുക്ക് മിത്രം എന്ന് പറഞ്ഞ സൗഹൃദ രാജ്യങ്ങളാന്ന് പെട്ടെന്ന് കിട്ടും അല്ലേ? കാരണം നമ്മുടെ മിത്രങ്ങൾ എന്ന് പറഞ്ഞ സൗഹൃദങ്ങളല്ലേ. അപ്പൊ മിത്രം എന്ന് പറഞ്ഞ സൗഹൃദ രാജ്യങ്ങൾ. ദണ്ഡ നീതിന്യായമാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ദണ്ഡ നീതിന്യായം. കോശം ഖജനാവ്. ഇപ്പോ നമ്മുടെ ഒരു കോശം അല്ലേ, നമ്മുടെ ശരീരത്തിൽ ഒരു കോശത്തിന്റെ ഉള്ളില് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ. അതിൻ്റെ ഉള്ളിൽ മൈറ്റോകോൺട്രിയ, ഗോൾഗി വസ്തുക്കൾ, അങ്ങനെ കുറെ സംഭവങ്ങൾ എന്തിൻ്റെ ഉള്ളിലുള്ളത്? ഒരു കോശത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഖജനാവാണല്ലേ ഒരു കോശം. അപ്പൊ അങ്ങനെ ചിന്തിച്ച് നമുക്ക് കോശം എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടും? ഖജനാവാണ് എന്ന് കിട്ടും കേട്ടോ. കോശം ഖജനാവ്. ദണ്ഡ നീതിന്യായം. മിത്രം സൗഹൃദ രാജ്യങ്ങൾ. ഓക്കെ. ഇനി സ്വാമി രാജാവ്, അതും കിട്ടും അല്ലെ. സ്വാമി രാജാവ്. അമാത്യൻ മന്ത്രിമാർ. ജനപദം എന്ന് പറഞ്ഞ ഭൂമേഖലയും ജനങ്ങളും, അതറിയാലോ. ദുർഗം കോട്ട കെട്ടി സംരക്ഷിച്ച സ്ഥലം. ഓക്കെ. മൗര്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരി അശോക ചക്രവർത്തിയായിരുന്നു. അതും ഇമ്പോർട്ടന്റ് ആട്ടോ. മൗര്യ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരി ആരാണ്? അശോക ചക്രവർത്തി. അദ്ദേഹം കലിംഗം, അതായത് ഇന്നത്തെ ഒഡീഷ, കലിംഗം ആക്രമിച്ചു കീഴടക്കിയതോടെ മൗര്യ രാജ്യം വിശാലമായി. ആദ്യം കുറച്ചു ഭാഗത്ത് ഒതുങ്ങി നിന്നിരുന്ന മൗര്യ രാജ്യം വിശാലമായി ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കി അല്ലെ. ഇന്നത്തെ ഒഡീഷ ഉൾപ്പെടുന്ന കലിംഗ രാജ്യം കീഴടക്കിയത് ആരാണ്? മൗര്യ രാജ്യത്തിലെ ഭരണാധികാരിയായിട്ടുള്ള അശോക ചക്രവർത്തിയാണ്. കലിംഗ യുദ്ധാനന്തരം അശോക ചക്രവർത്തി യുദ്ധങ്ങൾ ഉപേക്ഷിച്ചു. അപ്പൊ അതൊക്കെ പിടിച്ചടക്കിയതിനു ശേഷം പിന്നെ അശോക ചക്രവർത്തി യുദ്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. റുമിൻതേയി ലുംബിനി ലിഖിതം. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് മൗര്യ ഭരണത്തെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ. മൗര്യ ഭരണം, അശോക ലിഖിതങ്ങൾ, അതേപോലെ തന്നെ അശോക ധർമ്മ, പിന്നെ കച്ചവടത്തിന്റെ വളർച്ച എങ്ങനെ സംഭവിച്ചു, ഗ്രീസിലെ രാഷ്ട്ര രൂപീകരണം, ഏതൻസിലെ ജനാധിപത്യ വഴി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നോക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് ഈ ഒരു ഭാഗം ഇനി മൗര്യഭരണം തൊട്ടിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.